ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ഇപ്പോൾ പരിചയപ്പെടുത്തിയെങ്കിലും ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ಈಗಾಗಲೇ ನನ್ನ ಪರಿಚಯ ಮಾಡಿಕೊಟ್ಟರು ಕೂಡ ಮತ್ತೊಂದು ಆವೃತ್ತಿ ನನ್ನ ಬಗ್ಗೆ ನಾನು ಪರಿಚಯ ಮಾಡಿಕೊಡ್ತಾ ಇದ್ದೇನೆ. ಸೂಸಮ್ಮയുടെ ಅನಿಯತಿಯ ಭರ್ತಾവാണ് ഞാൻ. എൻ്റെ പേര് ಟಿ ಎಂ തോമസ് കുട്ടി. ಇಲ್ಲಿರುವಂತ ಸುಸನ್ನ ಆಂಟಿಯವರ ತಂಗಿಯ ಗಂಡ, ನನ್ನ ಹೆಸರು ಥೋಮಸ್ ಕುಟಿ ಎಂಬುದಾಗಿ. എനിക്കറിയാം അനേക ഗണീയന്മാരായിരിക്കുന്നവർ ശ്രേഷ്ഠദാസന്മാർ എൻ്റെ പിന്നിലും മുൻപിലുമായിട്ടുണ്ട്. ನನ್ನ ಹಿಂದೆ ಮತ್ತು ನನ್ನ ಜೊತೆ ನನ್ನ ಮುಂದೆ ಶ್ರೇಷ್ಠರಾದಂತ ಗಣ್ಯರಾದಂತ ವ್ಯಕ್ತಿಗಳಿದ್ದಾರೆ. ഞാനൊരു നല്ല പ്രാസംഗികനല്ല, ನಾನು ಅಂತ ದೊಡ್ಡ ಸಂದೇಶ ಕೊಡುವಂತ ವ್ಯಕ್ತಿ ಅಲ್ಲ. സുസുമാമയും പറഞ്ഞു, അലക്സ് സുമാമോട് എന്നോട് പറഞ്ഞു അങ്കിള് ಮೆಸೇಜ್ ಕೊಡണമെന്ന് പറഞ്ഞു. ಸುಸನ್ನ ಆಂಟಿ ಮತ್ತು ಸಹೋದರ ಅಲೆಕ್ಸ್ ಮತ್ತು ಸಹೋದರಿ ಸುಮಾ ಅವರು ಸಂದೇಶ ಕೊಡಬೇಕೆಂಬುದಾಗಿ ನನ್ನನ್ನು ಕೇಳಿಕೊಂಡ್ರು. വീണ്ടും ഞാൻ എന്നെ തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ എന്റെ പേര് പറയാൻ കാരണം. ಈಗ ನನ್ನನ್ನೇ ನಾನು ಕೇಳಿಕೊಂಡೆ, ನನ್ನ ಹೆಸರನ್ನೇ ಯಾಕೆ ಅವರು ಸೂಚಿಸ್ತಾ ಇದ್ದಾರೆ. നമ്മുടെ കുഞ്ഞുമോൻചാന് രണ്ട് കുടുംബമാണുള്ളത്. ನಮ್ಮ ಅಬ್ರಾಮ್ ಅಂಕಲ್ ಅವರಿಗೆ ഏബ്രഹാം എന്ന് അറിയപ്പെടുന്ന കുഞ്ഞുമോൻചാൻ, കുഞ്ഞുമോൻചാൻ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഏബ്രഹാം. ಅಬ್ರಾಮ್ ಅಂಕಲ್ ಅವರಿಗೆ ಎರಡು ಕುಟುಂಬಗಳು ಇದೆ. ഒന്ന് ಆ ഒരു കുടുംബത്തിലാണ് നമ്മുടെ കടന്നു വന്നിരിക്കുന്നത്. ಈಗ ನಾವು ಅವರ ಕುಟುಂಬಕ್ಕೆ ನಾವು ಬಂದಿದ್ದೇವೆ. എനിക്ക് വേറൊരു കുടുംബമുണ്ട്, ഇവിടുത്തെ ಶಿವಮೊಗ್ಗ ಸಭ. ಇನ್ನೊಂದು ಕುಟುಂಬ ಏನಂದ್ರೆ ಅದು ಶಿವಮೊಗ್ಗ ಸಭೆ. ಇನ್ನು ಮೊದಲು ನಾನು ಈ ಕುಟುಂಬವಾയിട്ട് പരിചയപ്പെട്ടു. ನಾನು ಈ ಒಂದು ಕುಟುಂಬದೊಂದಿಗೆ ಯಾವಾಗಿಂದ ನನಗೆ ಪರಿಚಯ ಇದೆಯೋ, ವಿವಾಹത്തിന് മുമ്പ് 1977 ಈ ಕುಟುಂಬವಾയിട്ട് എനിക്ക് പരിചയപ്പെടുവാൻ ഇടയായി. ನಾನು ಈ ಒಂದು ಕುಟುಂಬವನ್ನ ನನ್ನ ಮದುವೆಗಿಂತ ಮೊದಲು 1977 ನನಗೆ ಪರಿಚಯವಾಯಿತು. അന്ന് മുതൽ ഇതുവരെയും അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ಆ ದಿನದಿಂದ ಇಂದಿನವರೆಗೂ ಉತ್ತಮವಾದಂತ ಸಂಬಂಧವನ್ನು ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. അതുപോലെ തന്നെ 1977-78 കാലഘട്ടത്തിൽ ಶಿವಮೊಗ್ಗ ಸಭೆಯುമായിട്ടും എനിക്ക് ഞങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കൂടിയായി. ಅದೇ ಸಮಯದಲ್ಲಿ 1977-78ರಿಂದ ಈ ಶಿವಮೊಗ್ಗ ಸಭೆಯೊಂದಿಗೂ ಕೂಡ ಒಂದು ಉತ್ತಮವಾದ ಸಂಬಂಧವನ್ನ ಮುಂದುವರಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. കുഞ്ഞുമോൻചാന് കുടുംബത്തിന്റെ നായകനായിട്ട് കുടുംബത്തിലായതുപോലെ തന്നെ സഭയാവുന്ന കുടുംബത്തിന്റെ ഒരു സഭാനാഥനായിരുന്നു കുഞ്ഞുമോൻചാൻ എന്നൊരു വിവരവും ഞാൻ അറിയിക്കട്ടെ. ಅಬ್ರಾಮ್ ಅಂಕಲ್ ಅವರು ಯಾವ ರೀತಿಯಾಗಿ ಅವರ ಕುಟುಂಬಕ್ಕೆ ಅವರು ನಾಯಕನಾಗಿದ್ದರೋ ಅದೇ ರೀತಿಯಾಗಿ ಈ ಶಿವಮೊಗ್ಗ ಸಭೆಗೂ ಕೂಡ ಅವರು ನಾಯಕರಾಗಿ ಮುಂದುವರೆದಿದ್ದಾರೆ. ശാരീരികമായിട്ട് അല്പം അസ്വസ്ഥതയിലാണ് ആയിരിക്കുന്നെങ്കിൽ തന്നെയും ಈಗ ಶಾರೀರಿಕವಾಗಿ ಸ್ವಲ್ಪ ಬಲಹೀನರಾಗಿದ್ದರೂ ಕೂಡ എന്റെ അറിവുള്ള സമയം മുതൽ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അനേക നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ഒക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട്, മുതിർന്നിട്ടുണ്ട്. അത് അനേകർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ടെന്നുള്ള കാര്യവും ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ನನ್ನ ಒಂದು ತಿಳುವಳಿಕೆಯ ಪ್ರಕಾರವಾಗಿ ಅವರು ಅನೇಕ ಸಂಗತಿಗಳನ್ನ ಈ ಸಭೆಗೆ ಕಲಿಸುವುದಕ್ಕೂ ಮತ್ತು ಅನೇಕ ಸಂಗತಿಗಳನ್ನ ಮಾಡುವುದಕ್ಕೂ ಒಂದು ನಾಯಕತ್ವದಲ್ಲಿ ಮುಂದುವರಿಯುವುದಕ್ಕೂ ಅನೇಕ ಕಾರ್ಯಗಳನ್ನ ಮಾಡಿದ್ದಾರೆಂಬುದು ನನಗೆ ತಿಳಿದಿದೆ. അതുപോലെ തന്നെ തന്റെ ഭവനം പറഞ്ഞ 4 പ്രാവശ്യം മാറിയിട്ടുണ്ട്. ಅವರು ತಮ್ಮ ಮನೆಯನ್ನ 4 ಬಾರಿ ಬದಲಾಯಿಸಿದ್ದಾರೆ. ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് കയറുന്ന മാതിരിയാണ് ഭവനത്തിന്റെ ആ ഓരോ മാറ്റം തന്നെ തന്റെ ജീവിതത്തിൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്നത്. ಒಂದೊಂದು ಮನೆಗಳನ್ನು ಅವರು ಬದಲಾಯಿಸುವಾಗಲೂ ಕೂಡ ಒಂದೊಂದು ಅಭಿವೃದ್ಧಿಯ ಹೆಜ್ಜೆಯನ್ನು ಇಟ್ಟ ಹಾಗೆ ಅವರು ಬದಲಾಯಿಸ್ತಾ ಇದ್ರು. ഈ സ്ഥാനം നിൽക്കുമ്പോൾ ಆ അനുഗ്രഹത്തിന്റെ ഏറ്റവും ഉച്ചകോടിയിൽ എത്തിയെന്ന് തന്നെ ഞാൻ പറയട്ടെ. ಈ ಒಂದು ಮನೆಯಲ್ಲಿ ಈ ಒಂದು ಸ್ಥಳದಲ್ಲಿ ನಿಂತಿರುವಾಗ ಅವರು ಅವರ ಒಂದು ಉನ್ನತವಾದ ಸ್ಥಿತಿಯಲ್ಲಿ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ನಾನು ಹೇಳೋದಕ್ಕೆ ಬಯಸ್ತೇನೆ. അതുപോലെ ಶಿವಮೊಗ್ಗ ಸಭೆಯ സഭാനാഥനായിരിക്കുമ്പോൾ തന്നെ 4 അസംബ്ലികൾ ഇപ്പോൾ ആയിരിക്കുന്നത് 4ാമത്തെ അസംബ്ലികളിലാണ് ഇപ്പോൾ താനായിരിക്കുന്നത്. ಈಗ ಇರುವಂತ ಈ ಸಭೆಯು ಅವರ ಒಂದು 4ನೇ ಒಂದು സഭയാಗಿದೆ. 1977 ഡോക്ടർ സാധുസുന്ദർ പ്രധാനന്റെ ഭവനത്തിൽ ഞങ്ങൾ കൂടി വന്നപ്പോൾ അവിടെ ഒരു ഇടുങ്ങിയ സ്ഥലമായിരുന്നു എന്നുള്ളത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. 1977 ಡಾಕ್ಟರ್ ಸಾಧು ಸುಂದರ್ ಸಿಂಗ್ ಅವರ ಒಂದು ಮನೆಯಲ್ಲಿ ಸಭೆಯಾಗಿ ಸೇರಿ ಬರುವಂತಹ ಸಮಯದಲ್ಲಿ ಆ ಒಂದು ಚಿಕ್ಕ ಮನೆಯಲ್ಲಿ ಅವರು ಸಭೆಯಾಗಿ ಸೇರಿ ಬರ್ತಾರೆ. ബന്ധമൊക്കെ ആയിരിക്കാം ഒരുപക്ഷെങ്കിൽ എന്നെ എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നെ ഈ ജീവിതത്തിൽ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നത്. ಇವತ್ತು ಕೂಡ ನನ್ನನ್ನ ಈ ಒಂದು ಸೇವೆಗೆ ಕರೆದಿದ್ದಾರೆ. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതോടുള്ള ബന്ധത്തിൽ. ಒಂದು ವಿಷಯ ಕೂಡ ನಾನು ನೆನಪು ಮಾಡ್ತಾ ಇದ್ದೇನೆ. കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ
കർത്തനു തന്ന ശിഷ്യರನ್ನ ആയ്ಕೆ ಮಾಡಿದಾಗ രാജകീയ കുടുംബത്തിൽ നിന്നും അങ്ങനെയുള്ളതായിരിക്കുന്ന മഹാപൗരിക കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ശാസ്ത്രിമാരിൽ നിന്നോ പരീശന്മാരിൽ നിന്നോ സന്നിധി സംഘത്തിൽ നിന്നോ ആരെയും തിരഞ്ഞെടുക്കാതെ ಅರಸರ ಕುಟುಂಬದಿಂದಾಗಲಿ ಶಾಸ್ತ್ರಿಗಳ ಕುಟುಂಬದಿಂದಾಗಲಿ ಸದ್ದುಕಾಯರ ಕುಟುಂಬದಿಂದಾಗಲಿ ಯಾಜಕರ ಕುಟುಂಬದಿಂದಾಗಲಿ ಆರಿಸದೆ മീൻ പിടിക്കുന്ന നാറ്റം അമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെടുത്ത് ആർക്കും പോകാൻ കഴിയാത്തതായിരിക്കുന്ന അങ്ങനെയുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തുവെങ്കിൽ ಆ ಮೀನು ಹಿಡಿಯುತ್ತಾ ಇದ್ದಂತ ಅವರು ಆ ಒಂದು ದುರ್ವಾಸನೆ ಇರುವಂತ ಆ ಒಂದು ವ್ಯಕ್ತಿಗಳನ್ನ ದೇವರು ആരിಸಿಕೊಂಡನು. അവരെ കൊണ്ട് അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ലോകത്തെ കീഴ്മേൽ മരിക്കുവാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ ಅವರ ಮೂಲಕವಾಗಿ ಅನೇಕ ಕಾರ್ಯಗಳನ್ನ ಕರ್ತನು ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾದರೆ ഈ എളിയവനിൽ കൂടിയുള്ളതായിരിക്കും ഈ ചെറു സന്ദേശത്തിൽ കൂടി ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ಈ ದಾಸನಾದ ನನ್ನ ಮೂಲಕವಾಗಿ ಮಾತನಾಡುವಂತ ವಿಷಯದ ಮೂಲಕ ದೇವರು ಆಶೀರ್ವಾದ ಉಂಟು ಮಾಡಲಿ ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ನನ್ನ ಸಂದೇಶವನ್ನು ಆರಂಭಿಸ್ತಾ ಇದ್ದೇನೆ. ആദ്യമായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ಮೊದಲನೇದಾಗಿ ಒಂದು ವಾಕ್ಯವನ್ನು ಓದುವುದಕ್ಕೆ ಬಯಸ್ತೇನೆ. ആവർത്തന പുസ്തകം 20-ാം അധ്യായം, ನಾವು ಧರ್ಮೋಪದೇಶ ಕಾಂಡ 20ನೇ ಅಧ್ಯಾಯ അതിന്റെ 5ാം വാക്യം, ಅದರ 5ನೇ ವಾಕ್ಯವನ್ನು ಓದ್ಕೊಳ್ಳೋಣ. ആവർത്തന പുസ്തകം 20ാം അധ്യായം അതിന്റെ 5ാം വാക്യം. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 20ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯ. ಮತ್ತು ಸೈನ್ಯಾಧಿಪತಿಗಳು ಅವರಿಗೆ, ನಿಮ್ಮಲ್ಲಿ ಯಾವನಾದರೂ ಹೊಸ ಮನೆಯನ್ನು ಕಟ್ಟಿಸಿಕೊಂಡು ಇನ್ನು ಗೃಹ ಪ್ರವೇಶ ಮಾಡದಿದ್ದರೆ ಅವನು ಮನೆಗೆ ಹೋಗಲಿ. ಅವನು ಕಾಳಗದಲ್ಲಿ ಸತ್ತರೆ ಮತ್ತೊಬ್ಬನು ಆ ಮನೆಯಲ್ಲಿ ಗೃಹ ಪ್ರವೇಶ ಮಾಡಿಕೊಂಡಾನು. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ഗൃഹപ്രവേശം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ಇಲ್ಲಿ ಮಲಯಾಳಂ ಅಲ್ಲಿ ಗೃಹ ಪ್ರವೇಶ ಎಂಬುದಾಗಿ ಬರೆದಿದೆ. ಕನ್ನಡದಲ್ಲಿಯೂ ಗೃಹ ಪ್ರವೇಶ ಎಂಬುದಾಗಿ ಬರೆದಿದೆ. ഇംഗ്ലീഷിൽ വരുമ്പോൾ ഡെഡിക്കേഷൻ അഥവാ സമർപ്പണം എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ಇಂಗ್ಲಿಷ್ ನಲ್ಲಿ ಡೆಡಿಕೇಶನ್ ಅಥವಾ ಸಮರ್ಪಣೆ ಎಂಬ ಹೆಸರಿದೆ. അപ്പോൾ യഹോവയായിരിക്കും ദൈവം ഇസ്രായേൽ മക്കളോട് ഒരു പുതിയ വീട് പണിയുമ്പോൾ അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം എന്ന ഒരു കൽപ്പന കൊടുക്കാൻ കാരണം എന്താണ്? ಹಾಗಾದರೆ ಈ ಇಸ್ರೇಲ್ ಜನರು ಒಂದು ಹೊಸ ಮನೆಯನ್ನ ಕಟ್ಟಿದಾಗ ಅದನ್ನ ಸಮರ್ಪಿಸಬೇಕೆಂಬ ಆ ಒಂದು ಅಪ್ಪಣೆಯನ್ನ ದೇವರು ಯಾವ ಕಾರಣಕ್ಕೋಸ್ಕರ ಕೊಟ್ಟನು? ಇದು ಕಲ್ಪನೆയാണ് ദൈവത്തിന്റെ. ಇದು ದೇವರ ಒಂದು ಅಪ್ಪಣೆಯಾಗಿದೆ. ಅದು ಯುದ್ಧത്തിന് പോയിരിക്കുന്നവരോട് പറയാണ്, ಯುದ್ಧಕ್ಕೆ ಹೋಗಬೇಕಾಗಿರುವವರಿಗೆ ಕುರಿತಾಗಿ ಹೇಳುವಂತದ್ದಾಗಿದೆ. എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ಮುಂದೆ ಏನು ನಡೀತದೆ ಎಂಬುದು ನಮಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷേ നിങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ಒಂದು ವೇಳೆ ಯುದ್ಧದಲ್ಲಿ ಮರಣ ಹೊಂದಬಹುದು. ആ ജോലിയെക്കാട്ടി മുഖ്യമായിട്ട് എനിക്ക് വേറൊരു കാര്യമുണ്ട്. ಅದಕ್ಕಿಂತ ಮುಖ್ಯವಾಗಿ ಇನ್ನೊಂದು ಕಾರ್ಯ ಇದೆ. നിന്റെ ഭവനത്തെ നീ ക്രമീകരിക്കണം. ನಿನ್ನ ಒಂದು ಮನೆಯನ್ನ ನೀನು ಕ್ರಮಪಡಿಸಬೇಕು. ಪ್ರಾರ್ಥನೆಯ ಸಂಗೀತದಿಂದೇಕಮಾയിരിക്കുന്ന ಸ್ವರങ്ങൾ ಉಯരണം. ನಿನ್ನ ಮನೆಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮತ್ತು ಕೀರ್ತನೆಗಳು ಸಂಗೀತಗಳು ಅದು ಬರಬೇಕು. നീ നിർമ്മിച്ചതായിരിക്കുന്ന ഭവനം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ನೀನು ಕಟ್ಟಿದಂತ ಮನೆಯು ಅದು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಅರ್ಪಿಸಲ್ಪಡಬೇಕು. ಆ ಭವನത്തിന് വേണ്ടി ನೀ ദൈവത്തിന് നന്ദി പറയണം. ಆ ಒಂದು ಮನೆಗೋಸ್ಕರ ದೇವರಿಗೆ ನೀನು ಸ್ತೋತ್ರ ಸಲ್ಲಿಸಬೇಕು. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ಅದನ್ನ ನಾನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ಪ್ರಿಯರೇ, ನಾವಿಲ್ಲಿ ಸೇರಿ ಬಂದಿರುವಾಗ നല്ലൊരു ഭവനം ദൈവം ചമച്ചു കൊടുത്തിട്ടുണ്ട്. ಈ ಸುಂದರವಾದ ಮನೆಯನ್ನು ಕಟ್ಟುವಂತೆ ದೇವರು ಅನುಕೂಲ ಮಾಡಿದನು. നാം എന്താണ് ചെയ്യേണ്ടത്? ಈಗ ನಾವು ಮಾಡಬೇಕಾಗಿರುವಂತದ್ದು, പ്രാർത്ഥിച്ചു, ಇಷ್ಟು ದಿನ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆವು, പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, ಅನೇಕರಲ್ಲಿ ಪ್ರಾರ್ಥನೆಗಾಗಿ ಕೇಳಿಕೊಂಡೆವು, പ്രാർത്ഥിച്ചു, ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆವು. പ്രകാരം ഈ ഒരു നല്ലൊരു ഭവനം ചമയ്ക്കുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. ಈ ರೀತಿಯಾಗಿ ಒಂದು ಸುಂದರವಾದ ಮನೆಯನ್ನು ಕಟ್ಟುವಂತೆ ದೇವರು ಸಹಾಯ ಮಾಡಿದನು. അതുകൊണ്ട് കൂടിയാണ് അലക്സും സുമിയും ആ വീട് വിട്ട് നാട് വിട്ടിട്ട് ഇവിടെ വന്നത്. തന്റെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നുപോയി തന്റെ ഭവനത്തെ ഒന്ന് സമർപ്പിക്കണം, ദൈവസന്നിധിയിൽ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, സ്തുതിയും സ്തോത്രവും കരകയറ്റണം. ഈ ഒരു ആഗ്രഹത്തോടുകൂടി അലക്സും സുമിയും ഈ ഭവനത്തിലേക്ക് കടന്നു വന്നു. ತಮ್ಮ ಸ್ವಂತ ಈ ಮನೆಯನ್ನ ದೇವರಿಗೆ ಸಮರ್ಪಿಸಬೇಕು, ಈ ಮನೆಯಲ್ಲಿ ದೇವರ ಸ್ತುತಿ ಕೃತಜ್ಞತೆ ಅದು ಹೇಳಬೇಕು, ಬರಬೇಕು ಎಂಬ ಉದ್ದೇಶದಿಂದ ಸಹೋದರ ಅಲೆಕ್ಸ್ ಮತ್ತು ಸಹೋದರಿ ಸುಮಾ ಅವರು ಹೊರದೇಶದಿಂದ ಈ ಒಂದು ಸ್ಥಳಕ್ಕೆ ಬಂದಿದ್ದಾರೆ. ഭവനം മാത്രമല്ല, ഭവനത്തിലുള്ള അംഗങ്ങളുടെ ആ സംഗീത സ്വരം, സ്തോത്രവും സ്തുതിയും കാണുവാൻ, കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം കൊതിക്കുന്നു. ಈ ಒಂದು ಮನೆಯಲ್ಲಿ ಇರುವಂತ ಎಲ್ಲರೂ ಕೂಡ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವಂತದ್ದನ್ನ ಕೇಳುವುದಕ್ಕೆ ದೇವರು ಬಯಸುತ್ತಾನೆ.
ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ಇದರಲ್ಲಿ ಎರಡು ವಿಷಯಗಳನ್ನು ಕೂಡ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ ಈ ಧರ್ಮೋಪದೇಶ ಕಾಂಡ ಪುಸ್ತಕ 22ನೇ ಅಧ್ಯಾಯ 8ನೇ ವಾಕ್ಯವನ್ನು ನಾವು ಓದುವಾಗ ദൈവം നമുക്ക് ഭവനം ചമച്ചു തന്നു. ದೇವರು ನಮಗೆ ಮನೆ ಕಟ್ಟಿಕೊಟ್ಟನು. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം നമ്മോട് പറയുന്നു. ಎರಡು ಕಾರ್ಯಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇರಬೇಕೆಂಬುದಾಗಿ ಕರ್ತನು ಬಯಸುತ್ತಾನೆ. ആ 8-ാം വാക്യം വായിച്ചാട്ടെ. 8ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೊಸ ಮನೆಯನ್ನು ಕಟ್ಟಿಸಿಕೊಳ್ಳುವಾಗ ಯಾವನಾದರೂ ಅದರ ಮಾಳಿಗೆಯಿಂದ ಬಿದ್ದು ನಿಮಗೆ ಜೀವಹತ್ಯೆ ದೋಷ ಉಂಟಾಗದಂತೆ ಮಾಳಿಗೆಯ ಮೇಲೆ ಸುತ್ತಲೂ ಸಣ್ಣ ಗೋಡೆಯನ್ನು ಕಟ್ಟಿಸಬೇಕು. ദൈവം അനുഗ്രഹിച്ചു. ದೇವರು ಆಶೀರ್ವದಿಸಿ നല്ലൊരു ഭവനം തന്നിട്ടുണ്ട്. ಉತ್ತಮವಾದ ಮನೆಯನ್ನು ಕೊಟ್ಟನು. ഇതൊരു വാണിംഗ് ആണ്. ಆದ್ರೆ ಇಲ್ಲೊಂದು ಎಚ್ಚರಿಕೆ ಇದೆ. ഇതൊരു അപായ സൂചനയാണ്. ಇದು ಅಪಾಯದ ಒಂದು എന്ന് ಸೂಚನೆಯಾಗಿದೆ. പറഞ്ഞാൽ ಹೀಗೆ ಹೇಳಿದರೆ ദൈവം അനുഗ്രഹിച്ചത് മുഖാന്തരം ದೇವರು ಆಶೀರ್ವದಿಸಿದ್ದರಿಂದ വീട് പോകാൻ സാധ്യതയുണ്ട്. ಅದು ಬಿದ್ದು ಹೋಗುವುದಕ್ಕೆ ಸಾಧ್ಯ ചിലപ്പോൾ ಬಿದ್ದು ಹೋಗುವುದಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ. പോകാൻ സാധ്യതയുണ്ട്. ಹಿಂಜಾರಿ ಹೋಗುವುದಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ. എന്താണ് വേണ്ടത്? ಅದಕ್ಕೆ ಬೇಕಾಗಿರುವಂತದ್ದೇನು? ഒരു പുതിയ വീട് പണിതാൽ ಒಂದು ಹೊಸ ಮನೆಯನ್ನು ಕಟ್ಟಿದರೆ നിന്റെ വീട്ടിൻ മുകളിൽ ನಿನ್ನ ಮನೆಯ ಮಾಳಿಗೆಯ ಮೇಲೆ വല്ലവനും വീഴാതിരിക്കുവാൻ ಯಾರಾದ್ರೂ ಬಿದ್ದು ಹೋಗದಂತೆ കൈമതിൽ കെട്ടണം. ಅಲ್ಲಿ ನೀನು ಸಣ್ಣ ಗೋಡೆಯನ್ನು ಕಟ್ಟಿಸಬೇಕು. നമുക്കറിയാം ഈ ഭിത്തി എന്തിനാണ് കെട്ടിയിരിക്കുന്നത്? ഇത് കൈമതിലല്ലേ? ಇಲ್ಲಿ ಸುತ್ತ ಕಟ್ಟಿರುವಂತ ಈ ಸಣ್ಣ ಗೋಡೆಯನ್ನು ನೋಡಿ. കൈമതിൽ ഇല്ലാന്ന് വെച്ചു. ಈ ಒಂದು ಸಣ್ಣ ಗೋಡೆ ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಳ್ಳಿ. കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ വിടാൻ പറ്റുമോ? ಇಲ್ಲಿ ಮಕ್ಕಳನ್ನ ಇಲ್ಲಿ ಬಿಡೋದಕ್ಕೆ ಆಗೋದಿಲ್ಲ. കൈമതിൽ ആവശ്യമാണ്. ಈ ಒಂದು ಸಣ್ಣ ಗೋಡೆ ಅವಶ್ಯ. ഒരു ഭവനത്തിന് ಒಂದು ಮನೆಗೆ കൈമതിൽ ആവശ്യമാണ്. ಈ ಸಣ್ಣ ಗೋಡೆ ಅವಶ್ಯವಾಗಿದೆ. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ಯಾಕೆ ಎಂದು ಕೇಳಿದರೆ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ನಮ್ಮ ಒಂದು ನಂಬಿಕೆಯ ಜೀವಿತದಲ್ಲಿ വീട് പോകാതിരിക്കുവാൻ ನಾವು ಬಿದ್ದು ಹೋಗದೇ ಇರುವಂತೆ കൈമതിൽ ആവശ്യമാണ്. ನಮಗೆ ಒಂದು ಸಣ್ಣ ಗೋಡೆಯ ಅವಶ್ಯಕತೆ ಇದೆ. ദൈവം നമുക്ക് ഭവനം ചമച്ചു തന്നു, അത് മാത്രം പോരാ. ಪ್ರಿಯರೇ, ದೇವರು ನಮಗೆ ಒಂದು ಮನೆಯನ್ನು ಕಟ್ಟಿಕೊಟ್ಟಿದ್ದಾರೆ, ಅದು ಮಾತ್ರ ಸಾಕಾಗೋದಿಲ್ಲ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ನಮ್ಮ ಕ್ರಿಸ್ತಿಯ ಜೀವಿತದಲ್ಲಿ കൈമതിൽ ഉണ്ടായിരിക്കണം. ಒಂದು ಸಣ್ಣ ಗೋಡೆ ಇರಬೇಕು. ആ കൈമതിൽ ദൈവ വചനമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ಆ ಒಂದು ಸಣ್ಣ ಗೋಡೆ ಅದು ದೇವರ ವಾಕ್ಯವೇ ಆಗಿದೆ. ഇത്രയും നാൾ പ്രാർത്ഥിച്ചു, ദൈവവചനം വായിക്കുക പഠിക്കുകയൊക്കെ ചെയ്തു. ನಾವು ಇಷ್ಟು ದಿನ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆವು, ದೇವರ ವಾಕ್ಯವನ್ನು ಕಲಿತೆವು. പലരുടെയും ജീവിതത്തിൽ വരുന്ന കുറവ് എന്താണെന്നറിയാമോ? ನಮ್ಮ ಅನೇಕರ ಜೀವಿತದಲ್ಲಿ ಬರುವಂತ ಒಂದು ಕೊರತೆ ಏನು ಗೊತ್ತಾ? എല്ലാം തന്നതിന് ശേഷം ದೇವರು ಎಲ್ಲವನ್ನೂ ಕೊಟ್ಟ ಮೇಲೆ ആ കൈമതിൽ നമ്മൾ മറന്നു ಆ പോവുകയാണ്. ಒಂದು ಸಣ್ಣ ಗೋಡೆಯನ್ನ ಮರೆತು ಹೋಗುತ್ತಾರೆ. ദൈവവചനം വായിക്കുവാൻ നമുക്ക് സമയം പോരാ. ದೇವರ ವಾಕ್ಯವನ್ನು ಓದುವುದಕ್ಕೆ ನಮಗೆ ಸಮಯ ಇಲ್ಲ, പ്രാർത്ഥിക്കാൻ സമയമില്ല, ಪ್ರಾರ್ಥನೆಗೆ ಸಮಯ ಇಲ್ಲ. എല്ലാം ആയല്ലോ. ಎಲ್ಲ ಆಯ್ತಲ್ಲ. എന്നാൽ വചനം നമ്മോട് പറയുന്നു, ಆದ್ರೆ ವಾಕ್ಯ ಹೇಳುವುದೇನೆಂದ್ರೆ ഒരിക്കലും നീ മറന്നു പോകരുത്. ನೀವು ಯಾವಾಗ್ಲೂ ಮರೆತು ಹೋಗಬಾರದು. നിന്റെ ഭവനത്തിന് ഒരു കൈമതിൽ ഉണ്ടായിരിക്കണം. ನಿನ್ನ ಮನೆಗೆ ಒಂದು ಸಣ್ಣ ಗೋಡೆ ಇರಬೇಕು. അത് ഈ പ്രത്യേകിച്ച് ഈ ഭവനത്തോട് മാത്രമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ಈ ಕುಟುಂಬಕ್ಕೆ ವಿಷಯದಲ್ಲಿ ಮಾತ್ರ ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ಇಲ್ಲಿ ಸೇರಿ ಬಂದಿರುವಂತ ನಮ್ಮ ಪ್ರತಿಯೊಬ್ಬರ ಜೀವಿತದಲ್ಲಿ നാം വീണു പോകാതിരിക്കുവാൻ, ನಾವು ಬಿದ್ದು ಹೋಗದಂತೆ, നാം വിശ്വാസത്തിൽ നിന്നും പിന്മാറി പോകുവാതിരിക്കുവാൻ, ನಾವು ನಂಬಿಕೆಯಲ್ಲಿ ಹಿಂಜಾರಿ ಹೋಗದಂತೆ, ലോകത്തിന്റെ കളങ്കം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ, ಲೋಕದ ಕಳಂಕ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಪ್ರವೇಶಿಸದಂತೆ ദൈവത്തിന്റെ വചനമാകുന്ന ഈ ദൈവവചനവും പ്രാർത്ഥനയും ആ കൈമതിൽ നമ്മുടെ സ്വന്തമായിട്ട്, നമ്മുടെ പുതു സ്വത്തായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ അറിയിക്കുകയാണ്. ಈ ದೇವರ ವಾಕ್ಯವೆಂಬ ಈ ಸಣ್ಣ ಗೋಡೆ ಪ್ರಾರ್ಥನೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇರಲಿ. അടുത്തതായിട്ട് യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ಯೋಬನ ಗ್ರಂಥಕ್ಕೆ ಬರೋಣ. അതിന്റെ 1-ാം അധ്യായം, ಅದರ 1ನೇ ಅಧ್ಯಾಯ 10-ാം വാക്യം. 10ನೇ ವಾಕ್ಯ. ഇയ്യോബ് 1-ാം അധ്യായം ಯೋಬನ ಗ್ರಂಥ 1ನೇ ಅಧ್ಯಾಯ 10ನೇ ವಾಕ್ಯ. ನೀನು ಅವನಿಗೂ ಅವನ ಮನೆಗೂ ಅವನ ಎಲ್ಲಾ ಸ್ವಾಸ್ಥ್ಯಕ್ಕೂ ಸುತ್ತಮುತ್ತಲು ಬೇಲಿಯನ್ನು ಹಾಕಿದ್ದೀಯಲ್ಲ, ಅವನು ಕೈ ಹಾಕಿದ ಕೆಲಸವನ್ನು ನೀನು ಸಫಲಪಡಿಸುತ್ತಿರುವುದರಿಂದ നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? ನೀನು ಅವನಿಗೂ ಅವನ ಮನೆಗೂ ಅವನ ಎಲ್ಲಾ ಸ್ವಾಸ್ಥ್ಯಕ್ಕೂ ಸುತ್ತಮುತ್ತಲು ಬೇಲಿಯನ್ನು ಹಾಕಿದ್ದೀಯಲ್ಲ. നിനക്ക് മാത്രമല്ല, ಇದು ನಿನಗೆ ಮಾತ್ರವಲ್ಲ, നിന്റെ മക്കൾക്കും ನಿನ್ನ ಮಕ್ಕಳಿಗೂ നിന്റെ വീട്ടിലുള്ള സകലത്തിനും നീ ഒരു വേലി കെട്ടണം. ನಿನ್ನ ಮನೆಯಲ್ಲಿರುವಂತ ಎಲ್ಲದಕ್ಕೂ ಕೂಡ ಒಂದು ಬೇಲಿಯನ್ನು ಹಾಕಬೇಕು. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലുണ്ടല്ലോ പുളിപ്പില്ലാത്ത ഒരു പെരുന്നാളുണ്ടല്ലോ. ಇಸ್ರೇಲ್ ಜನರ ಒಂದು ಅವರ ಜೀವಿತದಲ್ಲಿ ಒಂದು ಹುಳಿ ಇಲ್ಲದ ಆ ಒಂದು ರೊಟ್ಟಿ ಹಬ್ಬವನ್ನು ಆಚರಿಸ್ತಾರಲ್ಲ. ജീവിതത്തിൽ പുളിപ്പ് പാടില്ല. ನಿನ್ನ ಜೀವನದಲ್ಲಿ ಹುಳಿ ಇರಬಾರದು. അങ്ങനെയെങ്കിൽ ಹಾಗಾದರೆ
നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിന്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു വേലി നമുക്ക് കെട്ടേണ്ടത് ആവശ്യമാണ്. ನಮ್ಮ ಜೀವಿತಕ್ಕೂ ನಮ್ಮ ಕ್ರಿಸ್ತಿಯ ಕುಟುಂಬಕ್ಕೂ ಮನೆಗೂ ಒಂದು ಬೇಲಿ ಕಟ್ಟುವುದು ಅವಶ್ಯ. എന്തിനാണ് ഈ വേലി? ಯಾಕೆ ಈ ಬೇಲಿ ಬೇಕು? നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകുവാനോ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലോ വരുവാൻ സാധ്യമല്ല ഈ വേലി ഉണ്ടെങ്കിൽ. ಈ ಒಂದು ಬೇಲಿ ಇದ್ದರೆ ನಮಗೆ ಇಷ್ಟ ಬಂದಾಗೆ ಹೋಗುವುದಕ್ಕಾಗಲಿ ಬೇರೆಯವರಿಗೆ ಇಷ್ಟ ಬಂದಾಗೆ ಒಳಗೆ ಪ್ರವೇಶಿಸುವುದಕ್ಕಾಗಲಿ ಸಾಧ್ಯವಿಲ್ಲ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ಯಾವುದಾದ್ರೂ ಸಮಸ್ಯೆ ಬಂದರೆ, കുടുംബത്തിലെ പ്രശ്നമായിക്കോട്ടെ, ಅದು ಕುಟುಂಬದ ಸಮಸ್ಯೆ ಇರಬಹುದು, സഭയിലെ പ്രശ്നമായിക്കോട്ടെ, ಅದು ಸಭೆಯ ಒಂದು ಸಮಸ್ಯೆ ಇರಬಹುದು. വേലി ഇല്ല എങ്കിൽ ಈ ಬೇಲಿ ಇಲ್ಲದೆ ಇದ್ದರೆ എന്താ സംഭവിക്കുന്നത്? ಏನು ಸಂಭವಿಸುತ್ತದೆ? നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പുണ്ടാകുന്നു. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಗುಣಗುಟ್ಟುವಿಕೆ, നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ ആ വേലയിലേക്ക് നാം കടന്നു ചെല്ലുന്നു. ನಮ್ಮ ಜೀವಿತವು ಸೋಲಿನ ಕಡೆಗೆ ಹೋಗುತ್ತದೆ. അനേകർക്ക്, ഏത് വിധത്തിലുള്ളവർക്ക്, അവിശ്വാസികൾക്ക് നമ്മുടെ ഭവനത്തിലേക്ക് ഏത് സമയത്ത് കടന്നു വരുവാൻ, നമ്മെ കളങ്കപ്പെടുത്തുവാൻ ആ വേലി ഇല്ലെങ്കിൽ സാധിക്കും. ಈ ಬೇಲಿ ಇಲ್ಲದೆ ಇದ್ದರೆ ಅವಿಶ್ವಾಸಿಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ, ನಮ್ಮ ಕುಟುಂಬಕ್ಕೆ ಬಂದು ಅಲ್ಲಿ ಸಮಸ್ಯೆಯನ್ನು ಉಂಟು ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ നീട്ടുന്നില്ല. ನನ್ನ ಮಾತುಗಳನ್ನು ನಾನು ಹೆಚ್ಚಾಗಿ ಹೇಳುವುದಿಲ್ಲ. 10:00 വന്നവരുണ്ട്, 12 മണിക്ക് വന്നവരുണ്ട്, 10:00 ಬಂದವರಿದ್ದಾರೆ, 12 ಗಂಟೆಗೆ ಬಂದವರಿದ್ದಾರೆ, 12 ಮണിക്ക് വന്നവർ പറയും ഇല്ല കുഴപ്പമില്ല ഞങ്ങൾ ഇരിക്കാമെന്ന് പറയും. 12 ಗಂಟೆ ಬಂದವರು ಹೇಳ್ತಾರೆ ಪರವಾಗಿಲ್ಲ ನಾವು ಕೂತ್ಕೊಳ್ತೀವಿ ಎಂಬುದಾಗಿ. 10:30 വന്നവരോട് ഞാൻ എന്താ പറയേണ്ടത്? ಆದ್ರೆ 10:00 ಬಂದವರ ಹತ್ರ ನಾನು ಏನ್ ಹೇಳಬೇಕು? അതുകൊണ്ട് അവരെ നോക്കിക്കൊണ്ട്, ಆದುದರಿಂದ ಅವರನ್ನ ಗಮನದಲ್ಲಿ ಇಟ್ಕೊಂಡು രണ്ട് രാജാക്കന്മാർ 6-ാം അധ്യായത്തിലേക്ക് ഒരു 6 വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 ಅರಸರು ಅದರ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 2 ವಾಕ್ಯಗಳನ್ನು 6 ವಾಕ್ಯಗಳನ್ನ 1 തൊട്ട് 7 വരെ 1ರಿಂದ 7ರವರೆಗೆ ಓದೋದಕ್ಕೆ ಬಯಸ್ತೇನೆ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 1ರಿಂದ 7ರವರೆಗಿನ ವಾಕ್ಯಗಳು. 2 ಅರಸರು, 2 Kings chapter 6 verses from 1 to 7. ಏಲಿಷನು ಕೊಡಲಿಯನ್ನು ತೇಲಾಡಿಸಿದ್ದು ಆರಾಮ್ಯರನ್ನು ದಾರಿ ತಪ್ಪಿಸಿ ಅಲೆದಾಡಿಸಿದ್ದು. ಒಂದು ಸಾರಿ ಪ್ರವಾದಿ ಮಂಡಳಿಯವರು ಏಲಿಷನಿಗೆ, ನಾವು ನಿನ್ನ ಜೊತೆಯಲ್ಲಿ ವಾಸಿಸುತ್ತಿರುವ ಈ ಸ್ಥಳವು ಬಲು ಇಕ್ಕಟ್ಟಾಗಿದೆ, ಆದುದರಿಂದ ನಾವು ಯೋರ್ದನಿಗೆ ಹೋಗಿ ಅಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬನು ಒಂದೊಂದು ತೊಲೆಯನ್ನು ಕಡಿದುಕೊಂಡು ಬಂದು ನಮಗೋಸ್ಕರ ಒಂದು ಮನೆಯನ್ನು ಮಾಡಿಕೊಳ್ಳೋಣ ಅಂದರು. ಅವನು ಅವರಿಗೆ ಹೋಗಬಹುದು ಎಂದು ಹೇಳಲು ಅವರಲ್ಲೊಬ್ಬನು, ದಯವಿಟ್ಟು ನೀನು ನಿನ್ನ ಸೇವಕರಾದ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಬರಬೇಕು ಎಂದು ಬೇಡಿಕೊಂಡನು. ಎಲಿಷನು ಬರುತ್ತೇನೆ ಎಂದು ಹೇಳಿ ಅವರೊಡನೆ ಹೊರಟನು. ಅವರು ಯೋರ್ದನನ್ನು ಮುಟ್ಟಿ ಮರಗಳನ್ನು ಕಡಿಯುತ್ತಿರುವಾಗ ಒಬ್ಬನ ಕೊಡಲಿಯು ಕಾವು ತಪ್ಪಿ ನೀರೊಳಗೆ ಬಿದ್ದಿತು. ಆದುದರಿಂದ ಅವನು, ಅಯ್ಯೋ ಸ್ವಾಮಿ, ನಾನು ಅದನ್ನು ಎರವಾಗಿ ತಂದಿದ್ದೇನೆ ಎಂದು ಕೂಗಿದನು. ದೇವರ ಮನುಷ್ಯನು ಅವನನ್ನು ಅದು ಎಲ್ಲಿ ಬಿದ್ದಿತು ಎಂದು ಕೇಳಲು ಅದು ಬಿದ್ದ ಸ್ಥಳವನ್ನು ಅವನು ತೋರಿಸಿದನು. ಆಗ ದೇವರ ಮನುಷ್ಯನು ಮರದಿಂದ ಒಂದು ತುಂಡು ಕಟ್ಟಿಗೆಯನ್ನು ಕಡಿದು ಅಲ್ಲಿ ಹಾಕಿದನು. ಕೂಡಲೇ ಕೊಡಲಿಯು ತೇಲಾಡಿತು. ಏಲಿಷನು ಅದನ್ನು ತೆಗೆದುಕೋ ಎಂದು ಆಜ್ಞಾಪಿಸಲು ಆ ಮನುಷ್ಯನು ಕೈ ಚಾಚಿ ಅದನ್ನು ತೆಗೆದುಕೊಂಡನು. ದೇವರ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. ഈ വേദഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ, ಈ ಒಂದು ದೇವರ ವಾಕ್ಯ ಭಾಗವನ್ನ ಓದಿದಾಗ, ಧ್ಯಾನಿಸಿದಾಗ, ഇതേതാണ്ട് ഇവിടുത്തെ കുടുംബമായിട്ട് അല്പം താരതമ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ಈ ಒಂದು ಕುಟುಂಬದೊಂದಿಗೆ ಹೋಲಿಕೆ ಆಗುವಂತೆ ನನಗೆ ಅನಿಸಿತು. ഇവിടെ നാം കാണുന്നത്, ಇಲ್ಲಿ ನಾವು ನೋಡುವಂತದ್ದು 1-ാം വാക്യം, 1ನೇ ವಾಕ್ಯದಲ್ಲಿ, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് ഇടുക്കമായിരിക്കുന്നു. ನಾವು ವಾಸಿಸುತ್ತಿರುವ ಈ ಸ್ಥಳವು ಬಲು ಇಕ್ಕಟ್ಟಾಗಿದೆ. പ്രിയ കുഞ്ഞുമച്ചാനും സുസുമയും പാർത്ത ആദ്യത്തെ ഭവനം ഒരു വാടക വീടായിരുന്നു. ನಮ್ಮ ಪ್ರಿಯ ಅಬ್ರಹಾಂ ಅಂಕಲ್ ಮತ್ತು ಸುಸನ ಆಂಟಿಯವರು ವಾಸ ಮಾಡಿದಂತ ಮೊದಲನೇ ಮನೆ ಅದು ಇಕ್ಕಟ್ಟಾದಂತ ಒಂದು അത് ಮನೆಯಾಗಿತ್ತು. ഇടുക്കമായിരുന്നു. ಅದು ಇಕ್ಕಟ್ಟಾದಂತ ಮನೆಯಾಗಿತ್ತು. അതുകൊണ്ടാണ് പിന്നെ വേറൊരു ഭവനത്തിലേക്ക് കടന്നു വന്നത്. ಅವರು ಅದ ನಂತರ ಇನ್ನೊಂದು ಮನೆಗೆ ಅವರು ಬದಲಾಯಿಸಿದರು. തീർച്ചയായിട്ടും കുഞ്ഞുമച്ചാൻ സുസുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ ഇടുക്കമാണ്, എനിക്ക് നല്ലൊരു വീട് വേണം. ಖಂಡಿತವಾಗಿ ಅಬ್ರಹಾಂ ಅಂಕಲ್ ಮತ್ತು ಸುಸನ ಆಂಟಿಯವರು ಈ ಇಕ್ಕಟ್ಟಾದ ಮನೆಯಿಂದ ಒಂದು ವಿಶಾಲವಾದ ಮನೆಗೆ ನಮ್ಮನ್ನ ನಡೆಸುವುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿರುತ್ತಾರೆ. ഷിമോഗയിലെ 1977-78 ആ ഒരു ഭവനത്തിലേക്ക് വന്നു. സ്വന്തമായിട്ട് ഒരു ഭവനമായിരുന്നു, ചെറിയ ഭവനമായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ಹೀಗೆ ಅವರು 1977-78ನೇ ಇಸ್ವಿಯಲ್ಲಿ ಅವರು ಶಿವಮೊಗ್ಗ ಭಾಗದಲ್ಲಿ ಒಂದು ಸ್ವಂತ ಮನೆಗೆ ಅವರು ಬಂದರು. അവിടെ ഇടുക്കമാണെന്ന് തോന്നിയപ്പോൾ, ಅಲ್ಲಿಯೂ ಕೂಡ ಅದು ಇಕ್ಕಟ್ಟು ಎಂಬುದಾಗಿ ಅವರಿಗೆ ಅನಿಸಿದಾಗ, പ്രവാചക ശിഷ്യന്മാർ ഏലിശയോട് പറഞ്ഞതുപോലെ തന്നെ ಈ ಪ್ರವಾದಿಯ ಶಿಷ್ಯರು ಏಲಿಷನೊಂದಿಗೆ ಹೇಳಿದ ಪ್ರಕಾರ അത് ഇടുക്കമായി
ഇക്കട്ടായിരുന്നതുകൊണ്ട് ಅದು ഇക്കട്ടാದುದರಿಂದ ഈ വിനോബ നഗറിലേക്ക് കടന്നു വന്നു. ಅವರು ಈ ವಿನೋಬ ನಗರಕ್ಕೆ ಬಂದರು. ഇവിടെ വന്നതിന് ശേഷം ಇಲ್ಲಿ ಬಂದ ನಂತರ ഒരുപക്ഷെ തിരുവനന്തപുരം സുസമാക്കി ഇടുക്കമായി തോന്നിയില്ല എങ്കിൽ തന്നെയും മകനും മകളും കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് ഇടുക്കമായിട്ട് തോന്നി. ಒಂದು ವೇಳೆ ಅಬ್ರಾಮ್ ಅಂಕಲ್ ಮತ್ತು ಸೂಸನ್ ಆಂಟಿ ಅವರಿಗೆ ಅದು ಇಕ್ಕಟ್ಟಾಗಿ ಇದೆ ಎಂಬುದಾಗಿ ಅನಿಸಲಿಲ್ಲ ಆದ್ರೂ ಕೂಡ ಆ ಮಗನಿಗೂ ಮನೆಗೆ ಬಂದಂತ ಸೊಸೆಗೂ ಅದು ಇಕ್ಕಟ್ಟೆಂಬುದಾಗಿ ಅನಿಸಿರಬಹುದು. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർത്ത ഒരു വിഷയമായിരിക്കണം. ಅವರು ಖಂಡಿತವಾಗಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನೆನಪು ಮಾಡಿಕೊಂಡಿರಬಹುದು. അതുകൊണ്ട് ഇവിടെ ആരോടാണ് പറയുന്നത് ഈ കാര്യം? ಆದುದರಿಂದ ಈ ಒಂದು ವಿಷಯವನ್ನ ಯಾರ ಹತ್ರ ಹೇಳೋದು? ഏത് സ്ഥലമാണ്, എവിടുത്തെ സ്ഥലമാണെന്ന് അറിയാമോ? ಈ ಯಾವ ಸ್ಥಳ ಮತ್ತು ಎಲ್ಲಿನ ಸ್ಥಳ ಅಂತ ಗೊತ್ತಾ? പ്രവാചക ശിഷ്യന്മാർ പാർക്കുന്ന സ്ഥലമാണ്. ഈ പ്രവാചക ശിഷ്യರು ವಾಸ ಮಾಡುವಂತ ಸ್ಥಳ. നമ്മുടെ ബൈബിൾ കോളേജിലെ പിള്ളേർ പഠിക്കാൻ പോകുന്ന പിള്ളേർ താമസിക്കുന്ന സ്ഥലം പോലെ ഒരു സ്ഥലമായത്. ಇದು ಬೈಬಲ್ ಕಾಲೇಜಿಗೆ ಸ್ಟೂಡೆಂಟ್ಸ್ ಹೋಗಿ ಉಳ್ಕೊಳ್ಳುವ ಸ್ಥಳವಿರುವಂತೆ ಒಂದು ಸ್ಥಳವಾಗಿದೆ. ಅವರದಕ್ಕೆ ಇಡುಕಮಾಗಿ തോന്നി കഴിഞ്ഞപ്പോൾ ഉടനെ അവർ ಎಲೀಷನ അടുത്ത് വന്നു. ಅವರಿಗೆ ಅದು ಇಕ್ಕಟ್ಟೆಂಬುದಾಗಿ ಅನಿಸಿದಾಗ ಅವರು ಎಲೀಷನ ಬಳಿಗೆ ಬಂದು ಹೇಳಿದರು. അതുപോലെ തന്നെ പ്രിയരേ, ಅದೇ ರೀತಿಯಾಗಿ ಪ್ರಿಯರೇ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ನಮ್ಮ ಒಬ್ಬೊಬ್ಬರ ಜೀವಿತದಲ್ಲಿ ನಾವು ಪಾರ್ക്കുന്നതായിരിക്കുന്ന ഭവനം ഇടുക്കമായിട്ട് തോന്നുന്നുവെങ്കിൽ, ನಾವು ಈಗ ವಾಸ ಮಾಡುವಂತ ಆ ಮನೆ ಇಕ್ಕಟ್ಟಾಗಿ ಅನಿಸಿದರೆ ലോകത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. ನಾವು ಲೋಕದ ಕಡೆಗಲ್ಲ ನೋಡಬೇಕಾಗಿರುವಂತದ್ದು. പോലെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ, ಈ ಕುಟುಂಬವು ನೋಡಿದ ಹಾಗೆ ಸೃಷ್ಟಿಕರ್ತನಾದ ದೇವರ ಕಡೆ ನೋಡುವುದಾದರೆ നമ്മുടെ ഇടുക്കത്തെ വിസ്താരമേറിയ ഭവനമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ಆತನು ಇಕ್ಕಟ್ಟಾದಂತ ನಮ್ಮ ಮನೆಯನ್ನ ವಿಶಾಲವಾದಂತ ಮನೆಯನ್ನಾಗಿ ಬದಲಾಯಿಸಲು ಶಕ್ತನಾಗಿದ್ದಾನೆ. ചോദിക്കുകയാണ്, ಒಂದು ಪ್ರಶ್ನೆಯನ್ನ ಕೇಳ್ತೇನೆ, നിങ്ങൾ കാണുന്നില്ല ഇത്? ನೀವು ಇದನ್ನ ನೋಡುತ್ತಾ ಇಲ್ವಾ? അനുഭവിക്കുന്ന കഷ്ടപ്പാട് അറിയുന്നില്ലേ? ನಾವು ಅನುಭವಿಸುತ್ತಿರುವಂತ ಈ ಕಷ್ಟವನ್ನ ನಿಮಗೆ ತಿಳಿಯೋದಿಲ್ಲವಾ? ഒരു കാര്യം മനസ്സിലാക്കുക, ಒಂದು ವಿಷಯ ನೀವು ತಿಳ್ಕೊಳ್ಳಿ, ദൈവം അപ്രൂവ് ചെയ്യാതെ കണ്ട നമുക്ക് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകാൻ പാടില്ല, പോകരുത്. ದೇವರ ಅನುಮತಿ ಇಲ್ಲದೆ ನಾವು ಒಂದು ಹೆಜ್ಜೆ ಆದರೂ ಕೂಡ ಮುಂದೆ ಹೋಗಬಾರದು. എന്താണ് നാം കാണുന്നത്? ನಾವು ಏನನ್ನ ನೋಡ್ತಾ ಇದ್ದೇವೆ? അതിന്റെ ഒന്നാം വാക്യം വീണ്ടും വായിക്കാം. ಅದರ ಒಂದನೇ ವಾಕ್ಯವನ್ನ ಓದಿಕೊಳ್ಳೋಣ. ഇടുക്കമായിരിക്കുന്നു നീ കാണുന്നുവല്ലോ. ವಾಸಿಸುತ್ತಿರುವ ಈ ಸ್ಥಳವು ಬಲು ಇಕ್ಕಟ್ಟಾಗಿದೆ. നാം ഇടുക്കത്തോടുകൂടി ഇടുക്കത്തിലാണ് നാം പാർക്കുന്നതെങ്കിൽ, ನಾವು ಇಕ್ಕಟ್ಟಿನಲ್ಲಿ ವಾಸಿಸುವವರಾಗಿದ್ದರೆ, ഒരു ഭവനമില്ലാതെയാണ് നാം പാർക്കുന്നതെങ്കിൽ, ನಾವು ಒಂದು ಮನೆ ಇಲ್ಲದವರಾಗಿದ್ದರೆ, ശരിയായ രീതിയിൽ നമുക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ നമുക്കില്ല എങ്കിൽ, ನಮಗೆ ವಾಸ ಮಾಡುವುದಕ್ಕೆ ಅನುಕೂಲವಿಲ್ಲದೆ ಇದ್ದರೆ, കാണുന്ന ഒരുവനുണ്ട്. ಅದನ್ನ ನೋಡುವಂತ ದೇವರಿದ್ದಾನೆ. പ്രവാചക ശിഷ്യന്മാർ പറയുന്നത്, ಈ ಪ್ರವಾದಿ ಶಿಷ್ಯರು ಹೇಳುವುದೇನೆಂದರೆ, ദൈവമേ നീ കാണുന്നില്ലേ? ಯೆಹೋವನಾದ ದೇವರೇ ನೀನು ನೋಡುತ್ತಾ ಇಲ್ವಾ? ಆತನು ನೋಡುತ್ತಾ ಇದ್ದಾನೆ. രണ്ടാം വാക്യത്തിൽ പറയുന്നത്, ಅದರ ಎರಡನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿದೆ, ഞങ്ങൾ യോർദാനോളം ചെന്ന് ನಾವು ಯೋರ್ದಾನಿಗೆ ಹೋಗಿ അവിടെ ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾ പാർക്കേണ്ടത് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ಅಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬನು ಒಂದೊಂದು ತೊಲೆಯನ್ನು ಕಡಿದುಕೊಂಡು ಬಂದು ನಮಗೋಸ್ಕರ ಒಂದು ಮನೆಯನ್ನು ಮಾಡಿಕೊಳ್ಳೋಣ ಅಂದರು. ഒരു കുടുംബത്തിൽ ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಗೃಹನಾಯಕ ಮಾತ್ರವಲ್ಲ, ಒಬ್ಬ ಕುಟುಂಬದ ನಾಯಕನು ಮತ್ತು ನಾಯಕಿ ಇರುತ್ತಾರೆ. അതിലുള്ളതായിരിക്കുന്ന കുടുംബ അംഗങ്ങൾ കൂടി ഓരോരുത്തരും മരം മുറിക്കാൻ പോയി. ಅಲ್ಲಿ ಕುಟುಂಬದಲ್ಲಿರುವಂತ ಪ್ರತಿಯೊಬ್ಬನು ಕೂಡ ಮರ ಮುರಿಯೋದಕ್ಕೆ ಹೋದರು. മക്കളും മരുമക്കളും പോയി. ಮಕ್ಕಳು ಮೊಮ್ಮಕ್ಕಳು ಹೋದರು. ഗൃഹനായകനും ഗൃഹനായികയും പോയി. ಆ ಕುಟುಂಬದ ಯಜಮಾನನು ಯಜಮಾನತಿ ಹೋದರು. എല്ലാവരും ചേർന്നു. ಎಲ್ಲರೂ ಸೇರಿದರು. ഇവിടെയാണ് പ്രിയരേ ദൈവത്തിൽ നിന്ന് അത്ഭുതം ലഭിക്കാൻ കാരണമായി. ಹೀಗಿದ್ದರೆ ಮಾತ್ರವೇ ಅಲ್ಲಿ ಅದ್ಭುತವನ್ನ ನೋಡುವುದಕ್ಕೆ ಸಾಧ್ಯ. കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക. ಕುಟುಂಬದಲ್ಲಿರುವಂತ ಎಲ್ಲರೂ ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ದೇವರಿಗೆ ಅಸಾಧ್ಯವಾದುದು ಯಾವುದೂ ಇಲ್ಲ. ദൈവത്തിന് സകലവും സാധ്യമാണ്. ದೇವರಿಗೆ ಎಲ್ಲವೂ ಕೂಡ ಸಾಧ್ಯವಾಗಿದೆ. നമ്മുടെ കുടുംബത്തിൽ, ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ, നമ്മുടെ സഭയിൽ, ನಮ್ಮ ಸಭೆಯಲ್ಲಿ ഒത്തൊരുമ ആവശ്യമാണ്. ನಮ್ಮಲ್ಲಿ ಐಕ್ಯತೆ ಬಹಳ ಮುಖ್ಯ. അവരെല്ലാവരും കൂടെ പോവുകയാണ് മരം മുറിക്കുവാൻ. ಅವರು ಒಟ್ಟಾಗಿ ಮರ ಮುರಿಯುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. മരം മുറിക്കാൻ പോകേണ്ടത് ಅವರು ಮರ ಕೊಯ್ಯುವುದಕ್ಕೆ ಎಲ್ಲಿ ಹೋಗ್ತಾ ಇದ್ದಾರೆ? സിറ്റിയിലല്ല, ಸಿಟಿಯಲ್ಲಿ ಅಲ್ಲ, ടൗണിലല്ല, ಟೌನ್ ಅಲ್ಲಿ ಅಲ್ಲ, വനങ്ങളിൽ. ಅವರು ಕಾಡಿಗೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. വനത്തിൽ പോകണം. ಕಾಡಿಗೆ ಹೋಗಬೇಕು. അതിനവർ സമ്മതിച്ചു. ಅದಕ್ಕೆ ಅವರು ಒಪ್ಪಿಕೊಂಡ್ರು. അതിനുശേഷം കാണുന്നത്, ನಂತರದಲ್ಲಿ ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ, അതിന്റെ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, ಎರಡನೇ ವಾಕ್ಯದ ಕೊನೆಯ ಭಾಗದಲ್ಲಿ പോകുവീൻ എന്ന് പറഞ്ഞു. ಅವರಿಗೆ ಹೋಗಬಹುದು ಎಂದು ಹೇಳಿದರು. ശബ്ദം വളരെ നല്ലൊരു ശബ്ദമാണ് കേട്ടോ. ಈ ಒಂದು ಮಾತುಗಳು ಬಹಳ ಒಳ್ಳೆಯ ಮಾತುಗಳಾಗಿದೆ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്നാണ്. ನಾವು ಅನೇಕ ವಿಷಯಗಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೇವೆ, ಆದ್ರೆ ನಮ್ಮ ಕ್ರಿಯೆ ಬೇರೆಯಾಗಿದೆ. ദൈവത്തിൽ നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാതെ നമ്മൾ ഒരിക്കലും മുൻപോട്ട് നമ്മുടെ കാലുകളെ വെക്കരുത് കേട്ടോ. ದೇವರು ನಮಗೆ ಅನುಮತಿಸದ ಹೊರತು ನಾವು ಒಂದು ಹೆಜ್ಜೆ ಕೂಡ ಮುಂದೆ ಇಡಬಾರದು. ഇവിടെ പറയുന്നത് പോകുവീൻ
എന്ന് പറഞ്ഞു. ಇಲ್ಲಿ ಹೋಗಿರಿ ಎಂಬುದಾಗಿ ಹೇಳಿದರು. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി മാറി. ಆ ಬಹಳ ಆಶೀರ್ವಾದಕರವಾದಂತ ಒಂದು ಮನೆಯಾಗಿ ಅದು ಮಾರ್ಪಡಿತು. ദൈവത്തിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചു, ದೇವರಿಂದ ಒಂದು ಅನುಮತಿ ಸಿಕ್ಕಿತು. അതിനുശേഷം മൂന്നാം വാക്യത്തിൽ പറയുന്നത്, ಅಲ್ಲಿ 3ನೇ ವಾಕ್ಯದಲ್ಲಿ ഞങ്ങൾ പോകുന്നത് പോരാ, ನಾವು ಮಾತ್ರ ಹೋದ್ರೆ ಸಾಕಾಗುವುದಿಲ್ಲ. അവിടുന്ന് പറഞ്ഞല്ലോ നിങ്ങൾ പോകാൻ പറഞ്ഞല്ലോ, ನೀವು ಹೇಳಿದ್ರಲ್ಲ ನೀವು ಹೋಗಿ ಎಂಬುದಾಗಿ, പോരാ, ಸಾಕಾಗುವುದಿಲ್ಲ. പിന്നെ ആരുടെ വരണം, ಇನ್ನು ಯಾರು ಬೇಕು, ആരുടെ വരണ്ടേ, ಇನ್ನು ಯಾರು ಬರಬೇಕು. അവരിൽ ഒരുത്തൻ ദയവ് ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. ಅವರಲ್ಲೊಬ್ಬನು ದಯವಿಟ್ಟು ನೀನು ನಿನ್ನ ಸೇವಕರಾದ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಬರಬೇಕು ಎಂದು ಬೇಡಿಕೊಂಡನು. നാം ഒരു ഭവനം പണിയുമ്പോൾ ನಾವೊಂದು ಮನೆಯನ್ನು ಕಟ್ಟುವಾಗ ദൈവത്തിൽ നിന്ന് അപ്രൂവൽ ലഭിക്കുക മാത്രമല്ല, ದೇವರಿಂದ ಅನುಮತಿ ಸಿಗೋದು ಮಾತ್ರವಲ್ಲ, പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ಆ ಪ್ರಾರ್ಥನೆ ಬಹಳ ಮುಖ್ಯ. കർത്താവേ, നിന്റെ സാന്നിധ്യം എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. ದೇವರೇ ನಿನ್ನ ಸಾನ್ನಿಧ್ಯ ಯಾವಾಗಲೂ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರಬೇಕು. നാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ನಮ್ಮನ್ನ ಕೈ ಬಿಡುವಂತ ದೇವರಲ್ಲ ನಮ್ಮ ದೇವರು. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ಅವನು ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೇಳುವ അവൻ ದೇವರಾಗಿದ್ದಾನೆ. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ಆತನು ನಮ್ಮನ್ನ ಆಶೀರ್ವದಿಸುವ ದೇವರಾಗಿದ್ದಾನೆ. പിന്നീട് നോക്കുക, 4ാം വാക്യത്തില്, ನಂತರ ನಾವು ನೋಡೋಣ 4ನೇ ವಾಕ್ಯದಲ್ಲಿ, 4ാം വാക്യം വായിച്ചാൽ, ಅವರು ಯೋರ್ದನನ್ನು ಮುಟ್ಟಿ ಮರಗಳನ್ನು ಕಡಿಯುತ್ತಿರುವಾಗ ಒಬ್ಬನ ಕೊಡಲಿಯು ಕಾವು ತಪ್ಪಿ ನೀರೊಳಗೆ ಬಿದ್ದಿತು. കോടാലി വെള്ളത്തിൽ വീണു. ಒಂದು ಆ ಕೊಡಲಿ ನೀರಲ್ಲಿ ಬಿತ್ತು. അല്ല, സാധാരണ നാം ചിന്തിക്കണം, ഇതൊക്കെ ബൈബിൾ എഴുതണം. ಈ ನಾವು ಯೋಚನೆ ಮಾಡಬಹುದು, ಇಂತ ಸಣ್ಣ ವಿಷಯಗಳೆಲ್ಲ ಬೈಬಲ್ ಅಲ್ಲಿ ಬರೀಬೇಕಾ? വനത്തിൽ പോയി മരം വെട്ടി യോർദാൻ നദിയില മഴു വീണു, കോടാലി വീണു എന്നുള്ളത് ബൈബിൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ಈ ಒಂದು ಕಾಡಿಗೆ ಹೋಗಿ ಅಲ್ಲಿ ಮರವನ್ನು ಕಡಿಯುವಾಗ ಕೊಡಲಿ ಯೋರ್ದಾನ್ ಹೊಳೆಯಲ್ಲಿ ಬಿತ್ತು. പരിശുദ്ധാത്മ ഇത്ര പ്രത്യേകമായിട്ട് എഴുതാനുള്ള കാരണം എന്തോ? ಪವಿತ್ರಾತ್ಮನು ಈ ವಿಷಯವನ್ನ ಅದು ಪ್ರತ್ಯೇಕವಾಗಿ ಬರೆಯೋದಕ್ಕೆ ಕಾರಣವೇನು? നമ്മൾ അതിന് വലിയ ഗുരുത്വം നമ്മൾ കൊടുക്കാറില്ല. ನಾವು ಅದಕ್ಕೆ ಹೆಚ್ಚಿನ ಪ್ರಾಶಸ್ತ್ಯ ಕೊಡೋದಿಲ್ಲ. എന്നാൽ ദൈവം കൊടുക്കും. ಆದ್ರೆ ದೇವರು ಕೊಡುತ್ತಾನೆ. ദൈവം കൊടുക്കും പ്രിയരെ. ದೇವರು ಕೊಡುತ್ತಾನೆ. എന്താണ് നമ്മെ കാണിക്കുന്നത്? ಇದು ಏನನ್ನ ತೋರಿಸುತ್ತದೆ? ദൈവം നമ്മെ അനുഗ്രഹിച്ചു, ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿದರು, നമുക്ക് ഭവനം തന്നു, ದೇವರು ನಮಗೆ ಮನೆ ಕೊಟ್ಟನು, എല്ലാം നന്നായി ജീവിക്കുന്നു, ಎಲ್ಲಾ ಚೆನ್ನಾಗಿ ನಡೀತಾ ಇದೆ. നമ്മുടെ കയ്യിലുള്ള കോടാലി വെള്ളത്തിൽ വീഴുവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ കൂടി പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഇവിടെ ഓരോ ಅಂದ್ರೆ ಕೊಡಲಿಯೋ ಅದು ನೀರಿನಲ್ಲಿ ಬಿತ್ತು ಎಂಬುದು ನಮ್ಮ ಜೀವಿತಗಳಲ್ಲಿ ಕಷ್ಟ ನಷ್ಟಗಳು ಉಂಟಾಗ್ತದೆ ಎಂಬುದನ್ನು ಅದು ಸೂಚಿಸುತ್ತದೆ. ഒരു നെഗറ്റീവായിട്ട് പറയുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ನಾನು ಇದನ್ನ ನೆಗೆಟಿವ್ ಆಗಿ ಹೇಳುವುದಕ್ಕೆ ಬಯಸ್ತಾ ಇಲ್ಲ. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്രകാരം അതേ രീതിയിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಇರುವುದನ್ನ ಇರುವ ಹಾಗೆ ಹೇಳುವುದಕ್ಕೆ ಬಯಸ್ತೇನೆ. അനേക ദൈവമക്കൾ ഭൗതികമായിട്ട് അനുഗ്രഹിച്ച അനേക ദൈവമക്കൾ വിശ്വാസത്തിന് വീണുപോയ അനേക സന്ദർഭങ്ങൾ, അനേക ജീവിതത്തെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ಅನೇಕ ದೇವಜನರು ಭೌತಿಕವಾಗಿ ಆಶೀರ್ವಾದ ಹೊಂದಿದ ಮೇಲೆ ಕೂಡ ಅವರು ಆತ್ಮಿಕವಾಗಿ ಹಿಂಜಾರಿ ಹೋಗಿರುವುದನ್ನ ನೋಡ್ತೇವೆ. നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ മറന്ന് ഒരിക്കലും ജീവിക്കുവാൻ പാടില്ല. ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿದಂತ ದೇವರನ್ನ ಮರೆತು ನಾವು ಎಂದಿಗೂ ಜೀವಿಸಬಾರದು. നമ്മുടെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാകാം, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನಷ್ಟಗಳು ಉಂಟಾಗಬಹುದು, നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വന്നു വരാം, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕಾಯಿಲೆಗಳು ಬರಬಹುದು, ഇതിലില്ലാത്തതായിരിക്കുന്ന അനേക വൈരികൾ, ശത്രുക്കൾ നമ്മുടെ മുൻപാകെ കടന്നു വന്നു വരാം. ನಿನ್ನೆ ಇಲ್ಲದೆ ಇದ್ದಂತ ಅನೇಕ ವೈರಿಗಳು, ಶತ್ರುಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರಬಹುದು. വീണു എന്ന് വരാം. ನಮ್ಮ ಕೊಡಲಿಯು ಯೋರ್ದನ್ ಹೊಳೆಯಲ್ಲಿ ಬೀಳಬಹುದು. എന്തിനാണ് ഇത് രേഖപ്പെടുത്തി അറിയാമോ? ಇದು ಯಾಕೆ ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ? എന്തിനാണ് ഇത് രേഖപ്പെടുത്തി ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ಇದು ಇಲ್ಲಿ ಬರೆಯದೇ ಇದ್ದರೆ ಏನು ತೊಂದರೆ ಇರಲಿಲ್ಲಲ್ಲ. ഇത് താഴെ പറയുന്നുണ്ട്, ಅದರ ಕೆಳಗೆ ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ, നിലവിളിച്ചു എന്നൊരു പദമുണ്ട്. ഈ വാക്യത്തിൽ അത് നോക്കട്ടെ. ಅಲ್ಲಿ ಅಯ್ಯೋ ಸ್ವಾಮಿ ಎಂಬುದಾಗಿ ಆತನು ಕೂಗಿದನು. അതിന്റെ 5ാം വാക്യം, ಅದರ 5ನೇ ವಾಕ್ಯದಲ್ಲಿ, എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ ಒಬ್ಬನು ಅವರು ಯೋರ್ದನ್ ಮುಟ್ಟಿ ಮರಗಳನ್ನು ಕಡಿಯುತ್ತಿರುವ ಒಬ್ಬನ ಕೊಡಲಿಯು വെള്ളത്തിൽ വീണു, ಕಾವು ತಪ್ಪಿ ನೀರೊಳಗೆ ಬಿದ್ದಿತು. അയ്യോ കരയും. ಅವನು ಅಯ್ಯೋ ಸ್ವಾಮಿ. ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഒരു സന്ദേശം പറയുവാനുണ്ട് ഈ വചനത്തിൽ. ಇಲ್ಲಿ ಸೇರಿ ಬಂದಿರುವಂತಹ ನನ್ನ ಪ್ರಿಯರೇ, ಈ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ನಿಮಗೊಂದು ಸಂದೇಶವನ್ನು ಕೊಡ್ತೇನೆ. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ನಮ್ಮ ದೇವರು ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವಂತ ದೇವರಾಗಿದ್ದಾನೆ. ആകാശത്തെ പേപ്പറാക്കിക്കൊണ്ട്, ಈ ಆಕಾಶವನ್ನ ಕಾಗದವನ್ನಾಗಿ ಮಾಡಿ, ഈ സമുദ്ര ജലത്തെ മഷിയാക്കിക്കൊണ്ട്, ಈ ಸಮುದ್ರದ ನೀರನ್ನ ಇಂಕನ್ನಾಗಿ ಮಾಡಿ, മരത്തിനെയും പേനയാക്കിക്കൊണ്ട്, ಸಕಲ ಮರಗಳನ್ನ ಪೆನ್ನನ್ನಾಗಿ ಬದಲಾಯಿಸಿ, എഴുതിയാലും തീരാത്ത ഒന്നുണ്ടെങ്കിൽ അതാണ് ദൈവിക സ്നേഹം.
ಬರೆದ್ರು ಕೂಡ ಅದು ಸಾಕಾಗದೇ ഇರುವಂತದ್ದಾಗಿದೆ ದೇವರ പ്രീതി. ആ ദൈവ സ്നേഹം നമ്മിൽ ഉള്ളത് കൊണ്ടാണ് ഈ വിധത്തിലുള്ളതായിരിക്കുന്ന വീഴ്ചകൾ താഴ്ചകൾ വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുവാൻ ഒരു അവസരം ദൈവം നമുക്ക് തരുന്നതാണ്. ಆ ರೀತಿಯಾದಂತ ದೇವರು ತಾನು ಪ್ರೀತಿ ಸ್ವರೂಪನಾಗಿರುವುದರಿಂದ ನಾವು ಬಿದ್ದು ಹೋಗುವಂತ ಸಮಯದಲ್ಲಿ ಸ್ವಾಮಿ ದೇವರೇ ಎಂಬುದಾಗಿ ಕರೆಯುವಾಗ ಆತನು ಕರುಣೆ ತೋರಿಸುವನಾಗಿದ್ದಾನೆ. ഇത് നിലവിളിക്കുവാൻ വേറെ അയ്യോ എന്ന് നിലവിളിക്കാൻ ഒരു കാരണങ്ങളുണ്ട്. ಇಲ್ಲಿ ಅಯ್ಯೋ ಎಂಬುದಾಗಿ ಕೂಗುವುದಕ್ಕೆ ಒಂದು ಕಾರಣ ಇದೆ. ഇതൊക്കെ ഇങ്ങനെ എഴുതണോ? ಈ ರೀತಿಯೆಲ್ಲ ಬರೀಬೇಕಾ? അതിനടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ಅಲ್ಲಿ ಮುಂದೆ ಏನು ಬರೆದಿದೆ? 5ാം വാക്യത്തിന്റെ അവസാനം 5ನೇ ವಾಕ್ಯದ ಕೊನೆಯ ಭಾಗದಲ್ಲಿ ಅಯ್ಯೋ ಸ್ವಾಮಿ ನಾನು ಅದನ್ನು ಎರವಾಗಿ ತಂದಿದ್ದೇನು ಎಂದು ಕೂಗಿದನು. ഓ ഇത് വായ്പ വാങ്ങിയതാണ്. ಇದು ಕಡವಾಗಿ ತಂದಂತದ್ದಾಗಿದೆ. ഇത് അവന്റെ പേഴ്സണൽ കാര്യമല്ലേ? ಇದು ಆತನ ವೈಯಕ್ತಿಕ ಕಾರ್ಯವಲ್ಲವಾ? കോടാനുകോടി ജനങ്ങളുടെ മുൻപാകെ വായിക്കത്തക്ക രീതിയിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ಈ ಕೋಟ್ಯಾನು ಕೋಟಿ ಜನರ ಮುಂದೆ ಓದುವ ರೀತಿಯಲ್ಲಿ ಬರೆಯುವ ಅವಶ್ಯಕತೆ ಇದೆಯಾ? വായിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ അലക്സ് മോനും ചിന്തിച്ചു കാണും, എടാ ഞാനും ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ಈ ಒಂದು ವಾಕ್ಯ ಭಾಗವನ್ನು ಓದುವಾಗ ಸಹೋದರ ಅಲೆಕ್ಸ್ ಕೂಡ ಯೋಚನೆ ಮಾಡಬಹುದು, ನಾನು ಕೂಡ ಬ್ಯಾಂಕ್ ಅಲ್ಲಿ ಲೋನ್ ತಗೊಂಡಿದ್ದೇನಲ್ಲ. ಯಾಕೆ ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ? നിലവിളി വേണം. ಇಲ್ಲಿ ಒಂದು ಕೂಗು ಬೇಕು. നമ്മുടെ നാവിൽ നിന്നും കരച്ചിലിന് ശബ്ദം ഉയരണം. ನಮ್ಮ ಒಂದು ಬಾಯಿಂದ ಒಂದು ಅಳು, ಅದು ಗೋಳಾಟ ಅದು ಬರಬೇಕು. എന്റെ കോടാലി വീണു അത് മാത്രമല്ല, ನನ್ನ ಒಂದು ಕೊಡಲಿ ಬಿತ್ತು ಎಂಬುದಾಗಿ ಮಾತ್ರವಲ್ಲ, കടം വാങ്ങിച്ചുകൊണ്ട് വന്ന കോടാലിയാണ്. ಇದು ಬೇರೆಯವರಿಂದ ಎರವಲಾಗಿ ತಂದಂತ ಕೊಡಲಿಯಾಗಿದೆ. ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ಇದು ನಮಗೆ ಬಹಳ ಅವಶ್ಯವಾಗಿದೆ. ശേഷം ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് ಇನ್ನೊಂದು ವಾಕ್ಯ ಭಾಗವನ್ನು ಕೂಡ ಓದೋಣ. അതിന്റെ 5ാം വാക്യത്തിൽ അല്ലെ 6ാം വാക്യം, ಅದರ 6ನೇ ವಾಕ್ಯ, ದೇವರ ಮನುಷ್ಯನು ಅವನನ್ನು ಅದು ಎಲ್ಲಿ ಬಿದ್ದಿತು ಎಂದು ಕೇಳಲು ಅದು ಬಿದ್ದ ಸ್ಥಳವನ್ನು ಅವನು ತೋರಿಸಿದನು. എവിടെ വീണു എന്ന് ചോദിക്കുന്നു. ಎಲ್ಲಿ ಬಿದ್ದಿತು ಎಂಬುದಾಗಿ ಕೇಳುತ್ತಾನೆ. എവിടെ വീണു എന്ന്, ಎಲ್ಲಿ ಬಿದ್ದಿತು, അതാണ് നമുക്ക് പറയാനുള്ളത്. ಅದು ನಾವು ಹೇಳುವುದಕ್ಕಿದ್ದೇವೆ. എവിടാണ് വീണിരിക്കുന്നത്? ಎಲ್ಲಿ ಬಿದ್ದಿದೆ ചോദിക്കുന്ന ഒരു കർത്താവുണ്ട്. ಕೇಳುವಂತ ಒಬ್ಬ ಕರ್ತನಿದ್ದಾನೆ. ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, മക്കൾ അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ എവിടെയോ 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 നമ്മൾ വീണിട്ടുണ്ട്. ನಮ್ಮ ಪತ್ನಿ ಗೊತ್ತಿಲ್ಲದೆ, ನಮ್ಮ ಗಂಡನ್ ಗೊತ್ತಿಲ್ಲದೆ, ಮಕ್ಕಳು ಗೊತ್ತಿಲ್ಲದೆ ನಾವು ಎಲ್ಲೋ ಬಿದ್ದಿದ್ದೇವೆ. എന്നാൽ ദൈവത്തിന്റെ ദാസൻ ചോദിക്കുകയാണ്, ಅಲ್ಲಿ ದೇವರ ದಾಸನು ಕೇಳ್ತಾ ಇದ್ದಾನೆ, കോടാലി എടുക്കണമെന്നുണ്ടെങ്കിൽ ಈ ಒಂದು ಕೊಡಲಿಯನ್ನು ತೆಗಿಬೇಕಾದ್ರೆ ഞാനൊരു വടി തരാം, ನಾನು ನಿನಗೊಂದು ಕೋಲನ್ನು ಕೊಡ್ತೇನೆ. പക്ഷെങ്കിൽ ಆದರೆ ഇത് എവിടെയാണ് വീണെന്നുള്ളത് നീ ಇದು പറയണം. ಎಲ್ಲಿ ಬಿದ್ದಿದೆ ಎಂಬುದನ್ನು ನೀನು വളരെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തില്. ಇದು ಬಹಳ ಅವಶ್ಯವಾಗಿದೆ. അതുകൊണ്ട് ഈ വേദഭാഗത്തിൽ നിന്നും ಈ ಒಂದು ವಾಕ್ಯ ಭಾಗದಿಂದ ദൈവം നമ്മോട് സംസാരിക്കട്ടെ പ്രിയരെ. ದೇವರು ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡಲಿ. ഈ വാക്കുകൾ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ಈ ಒಂದು ಕುಟುಂಬದ ಒಂದು ಸಂಬಂಧಪಟ್ಟಂತೆ ಅಲ್ಲ. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഓരോ ഭവനങ്ങളുണ്ടല്ലോ. ಇಲ್ಲಿ ಸೇರಿ ಬಂದಿರುವಂತ ನಮ್ಮೆಲ್ಲರಿಗೂ ಕೂಡ ಒಂದು ಕುಟುಂಬ ಮನೆ ಇದೆಯಲ್ಲ. വലുതായ ഭവനം ഉണ്ടല്ലോ. ನಾವು ಚಿಕ್ಕದು ದೊಡ್ಡದು ಆಗಿರುವಂತ ಮನೆಗಳಿದೆಯಲ್ಲ. വലുതായിരിക്കും ദൈവത്തെ മറന്ന് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ದೊಡ್ಡವನಾದಂತ ದೇವರನ್ನ ಮರೆತು ನಾವು ಎಂದಿಗೂ ಜೀವಿಸಬಾರದು. ഏതെങ്കിലും വീഴ്ചകളോ താഴ്ചകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ಯಾವುದಾದರೂ ನಮ್ಮಲ್ಲಿ ಕೊರತೆಗಳು, ಬಲಹೀನತೆಗಳು, ಸೋಲುಗಳಿದ್ದರೆ ആ വലുതായിരിക്കും ദൈവത്തോട് നമുക്ക് തുറന്ന് സമ്മതിക്കാം. ದೊಡ್ಡವನಾದಂತ ದೇವರ ಮುಂದೆ ನಾವು ಒಪ್ಪಿಕೊಳ್ಳೋಣ. അവനൊരു വടിയിടും. ಅವನೊಂದು ಕೋಲನ್ನ ಕೊಡ್ತಾನೆ. അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയപ്പെട്ടതായിരിക്കുന്ന മോശയുടെ വടി ഉണ്ടല്ലോ. ಅದ್ಭುತಗಳಿಂದಲೂ ಸೂಚಕ ಕಾರ್ಯಗಳಿಂದಲೂ ಕೂಡಿರುವಂತ ಮೋಶೆಯ ಒಂದು ಕೋಲಿದೆಯಲ್ಲ. ചെങ്കടലിനെ വിഭാഗിച്ച വടി ഉണ്ടല്ലോ. ಆ ಕೆಂಪು ಸಮುದ್ರವನ್ನ ವಿಭಾಗ ಮಾಡಿದಂತ ಕೋಲಿದೆಯಲ್ಲ. ആ വടി എന്റെ നിങ്ങളുടെ മുൻപേ നീട്ടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ಆ ಒಂದು ಕೋಲನ್ನ ನನ್ನ ಮತ್ತು ನಿಮ್ಮ ಮುಂದೆ ತೋರಿಸುವಂತ ದೇವರಾಗಿದ್ದಾನೆ. അവസാനമായിട്ട് 1-2 വേദഭാഗങ്ങളൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ಒಂದೆರಡು ವಾಕ್ಯಗಳನ್ನು ಕೂಡ ಓದುವುದಕ್ಕೆ ಬಯಸ್ತೇನೆ. ആവർത്തനം 8ാം അധ്യായത്തിന്റെ ಧರ್ಮೋಪದೇಶ ಕಾಂಡ ಪುಸ್ತಕ 8ನೇ ಅಧ್ಯಾಯ 12 ಅದರ 12ನೆಯ ವಾಕ್ಯ, ನೀವು ಹೊಟ್ಟೆ ತುಂಬಾ ಉಂಡು ಸುಖವಾಗಿದ್ದು ಒಳ್ಳೆ ಮನೆಗಳನ್ನು ಕಟ್ಟಿಸಿಕೊಂಡು ಅವುಗಳಲ್ಲಿ ವಾಸವಾಗಿರುವ ಕಾಲದಲ್ಲಿ, അതിന്റെ 17-18 ಅದರ 17ನೆಯ ವಾಕ್ಯದಲ್ಲಿ, ಈ ಭಾಗ್ಯವು ನಮ್ಮ ಸಾಮರ್ಥ್ಯ ಸಾಹಸಗಳಿಂದಲೇ ನಮಗುಂಟಾಯಿತು ಅಂದುಕೊಂಡೀರಿ. ಆದುದರಿಂದ ನಿಮ್ಮ ದೇವರಾದ ಯೆಹೋವನೇ ತಾನು ನಿಮ್ಮ ಪಿತೃಗಳಿಗೆ ಪ್ರಮಾಣ ಪೂರ್ವಕವಾಗಿ ಮಾಡಿದ ವಾಗ್ದಾನವನ್ನು ಈಗ ನಿಮ್ಮ ಅನುಭವಕ್ಕೆ ಬಂದ ರೀತಿಯಲ್ಲಿ ನೆರವೇರಿಸುವವನಾಗಿ ನಿಮಗೆ ಇಷ್ಟು ಭಾಗ್ಯವನ್ನು ಸಂಪಾದಿಸುವುದಕ್ಕೆ ಸಾಮರ್ಥ್ಯವನ್ನು ಕೊಟ್ಟವನೆಂದು ಜ್ಞಾಪಕ ಮಾಡಿಕೊಳ್ಳಿರಿ.
നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിതവൻ പാർക്കുമ്പോൾ ನೀವು ಹೊಟ್ಟೆ ತುಂಬಾ ಉಂಡು ಸುಖವಾಗಿದ್ದು ಒಳ್ಳೆ ಮನೆಗಳನ್ನು ಕಟ್ಟಿಸಿಕೊಂಡು എന്റെ ശക്തി എന്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നീ പറയരുത്. ನನ್ನ ಸಾಮರ್ಥ್ಯವೇ ನನ್ನ ಬಲವೇ ಇದನ್ನ ಉಂಟು ಮಾಡಿತು ಎಂಬುದಾಗಿ ನೀನು ಹೇಳಬಾರದು. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. ನಿನ್ನ ದೇವರಾದ ಯೆಹೋವನನ್ನು ನೀನು ನೆನಪು ಮಾಡಿಕೊಳ್ಳಬೇಕು. ഒരു വേദഭാഗം കൂടി വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ಮತ್ತೊಂದು ವೇದ ಭಾಗವನ್ನ ಓದಿ ನಾನು ನಿಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ഇപ്പോൾ നാം വായിച്ചതായിരിക്കുന്ന 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലെ 2 ಅರಸರು 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 16-17 ವಾಕ್ಯ 16 ಮತ್ತು 17ನೇ ವಾಕ್ಯಗಳು. 2 ಅರಸರು 6ನೇ ಅಧ್ಯಾಯ 16-17. ಆಗ ಎಲೀಷನು ಅವನಿಗೆ ಹೆದರಬೇಡ, ಅವರ ಕಡೆಗಳಲ್ಲಿರುವವರಿಗಿಂತಲೂ ನಮ್ಮ ಕಡೆಯಲ್ಲಿರುವವರು ಹೆಚ್ಚಾಗಿದ್ದಾರೆ ಎಂದು ಹೇಳಿ, ಯೆಹೋವನೇ ಇವನು ನೋಡುವಂತೆ ಇವನ ಕಣ್ಣುಗಳನ್ನು ತೆರೆ ಎಂದು ಪ್ರಾರ್ಥಿಸಲು ಯೆಹೋವನು ಅವನ ಕಣ್ಣುಗಳನ್ನು ತೆರೆದನು. ಆಗ ಎಲೀಷನ ರಕ್ಷಣೆಗಾಗಿ ಸುತ್ತಣ ಗುಡ್ಡಗಳಲ್ಲಿ ಬಂದು ನಿಂತಿದ್ದ ಅಗ್ನಿಮಯವಾದ ರಥಾಶ್ವಗಳು ಆ ಸೇವಕನಿಗೆ ಕಂಡವು. എന്റെ വിഷയത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു വേദഭാഗമാണിത്. ನನ್ನ ವಿಷಯದಿಂದ ಸ್ವಲ್ಪ ವ್ಯತ್ಯಾಸವಾಗಿರುವಂತಹ ಒಂದು ವಾಕ್ಯ ಭಾಗವಾಗಿದೆ. അതിന്റെ പ്രേരണയാൽ ഞാൻ ആ വാക്യം വായിച്ചത് മാത്രമേ ഉള്ളൂ. ಆತ್ಮನ ಪ್ರೇರಣೆ ಇದ್ದುದರಿಂದ ಈ ವಾಕ್ಯವನ್ನು ನಾನು ಓದಿದ್ದೇನೆ. അവിടെ 17-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ಅಲ್ಲಿ 17ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಬರೆದಿದೆ. പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു. ಇಲ್ಲಿ ಎಲೀಷನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದನು. ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ಯೆಹೋವನೇ ಇವನು ನೋಡುವಂತೆ ಇವನ ಕಣ್ಣುಗಳನ್ನು ತೆರೆ. അവൻ അന്ധനായിരുന്നോ? ಅವನು ಕುರುಡನಾಗಿದ್ದನ? ഇതേത് കണ്ണ? ಇದು ಯಾವ ಕಣ್ಣು? അവന്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ಯೆಹೋವನು ಅವನ ಕಣ್ಣುಗಳನ್ನು ತೆರೆದನು. യേശുവിന് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നതും അവൻ കണ്ടു. ಆಗ ಎಲೀಷನ ರಕ್ಷಣೆಗಾಗಿ ಸುತ್ತಣ ಗುಡ್ಡಗಳಲ್ಲಿ ಬಂದು ನಿಂತಿದ್ದ ಅಗ್ನಿಮಯವಾದ ರಥಾಶ್ವಗಳು ಆ ಸೇವಕನಿಗೆ ಕಂಡವು. ഞാൻ ഈ വാക്യം വായിക്കുവാൻ ഉദ്ദേശിച്ച ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ಈ ವಾಕ್ಯವನ್ನು ನಾನು ಓದುವುದಕ್ಕೆ ಕಾರಣವೇನೆಂದರೆ, പ്രിയ കുഞ്ഞുവൻചാൻ കാഴ്ചയില്ലാത്ത സ്ഥിതിയാണ് ഇവിടെ ആയിരിക്കുന്നത്. ನಮ್ಮ ಅಬ್ರಾಮ್ ಅಂಕಲ್ ಅವರು ಕಣ್ಣಿನ ದೃಷ್ಟಿಯನ್ನ ಕಳೆದುಕೊಂಡವರಾಗಿದ್ದಾರೆ. എന്നാൽ നമ്മുടെ കണ്ണുകളെക്കാൾ ശക്തിയേറിയതായിരിക്കുന്ന മഹത്വമേറിയിരിക്കുന്ന ഒരു കണ്ണാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ಆದರೆ ಈ ಒಂದು ಭೌತಿಕವಾದ ಕಣ್ಣಿಗಿಂತ ಬಹಳ ಶಕ್ತವಾದಂತಹ ಒಂದು ಕಣ್ಣಿನ ಕುರಿತಾಗಿ ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ಅಲ್ಲಿ ಯೆಹೋವನು ಅವನ കണ്ണുಗಳನ್ನ ತೆರೆದನು. തന്റെ ശാരീരിക കണ്ണുള്ള സമയത്ത് കാണാൻ പറ്റാത്തതായിരിക്കുന്ന വലിയ രഥങ്ങളും അഗ്നിമയങ്ങളും ഒക്കെ കാണുവാൻ ആ കണ്ണുകൊണ്ട് കഴിഞ്ഞു. ತನ್ನ ಒಂದು ಭೌತಿಕವಾದಂತ ಶಾರೀರಿಕವಾದಂತ ಕಣ್ಣುಗಳಿಂದ ಕಾಣಲು ಸಾಧ್ಯವಾಗದೇ ಇರುವಂತ ಅಗ್ನಿಮಯವಾದ ರಥಾಶ್ವಗಳನ್ನ ಆ ಸೇವಕನು ನೋಡಿದನು. നമുക്ക് കണ്ണുണ്ട്, ನಮಗೆ ಕಣ್ಣಿದೆ, നമ്മുടെ ആത്മാവിന് കണ്ണുണ്ട്, ನಮ್ಮ ಆತ್ಮಕ್ಕೂ ಕಣ್ಣಿದೆ. കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ ഏത് ചെവിയാണ്? ಕಣ್ಣಿರುವವನು ನೋಡಲಿ, ಕಿವಿ ಇರುವವನು ಕೇಳಲಿ ಎಂಬುದಾಗಿ ಹೇಳಿದಾಗ ആത്മാവ് ഒരു വ്യക്തിയാണ്. ಆತ್ಮ ಎಂಬುದು ಅದೊಂದು ವ್ಯಕ್ತಿಯಾಗಿದೆ. ശരീരത്തിനുള്ളതുപോലെ തന്നെ കണ്ണും കൈയും കാലും എല്ലാം ഈ ആത്മാവിനുണ്ട്. ನಮ್ಮ ശരീരಕ್ಕೆ ಇರುವ ಹಾಗೇನೆ ಈ ആത്മಕ್ಕೆ കണ്ണു കൈ കാലെല്ലാം ಇದೆ. കാണുന്ന കുഞ്ഞുമനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ട ദൈവം തീർച്ചയായിട്ടും ആ കണ്ണുകളിൽ കൂടി എല്ലാ കാര്യങ്ങളും കാണുവാൻ കഴിയും. ആ ഒരു സന്തോഷത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേക കുഞ്ഞുമനുഷ്യന് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എന്റെ ചെറിയ സന്ദേശത്തിനും ഞാൻ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ಅಬ್ರಾಮ್ ಅಂಕಲ್ ಅವರು ಅವರ ಹೃದಯದ ಆಂತರಿಕ ಕಣ್ಣುಗಳ ಮೂಲಕ ಎಲ್ಲವನ್ನು ನೋಡುವುದಕ್ಕೂ ಆನಂದಿಸುವುದಕ್ಕೂ ದೇವರು ಒಳ್ಳೆಯದನ್ನ ಮಾಡಲಿ ಎಂಬುದಾಗಿ ನಾನು ಬಯಸುತ್ತಾ ನನ್ನ ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ഇങ്ങനൊരു സന്ദർഭം എന്റെ ജീവിതത്തിലേക്ക് തന്നുകൊടുത്ത് കുഞ്ഞുമനുഷ്യനോടും സുഷമയോടും അലക്സിനോടും സോമനോടുമായിരിക്കുന്ന എന്റെ നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിച്ചു. ಈ ಒಂದು ಅವಕಾಶವನ್ನು ಕೊಟ್ಟಂತ ಅಬ್ರಾಮ್ ಅಂಕಲ್, ಸುಸನಾ ಆಂಟಿ ಮತ್ತು ಸಹೋದರ ಅಲೆಕ್ಸ್ ಮತ್ತು ಸಹೋದರಿ ಸುಮಾ ಅವರಿಗೆ ನನ್ನ ಕೃತಜ್ಞತೆಯನ್ನು ತಿಳಿಸುವನಾಗಿದ್ದೇನೆ.